ഹലോ നമസ്കാരം. LG ഫാഷൻ ലാബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഈ ഒരു അടിപൊളി ഇയറിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇന്ന് 7 Day 7 ഇയറിംഗ്സ് ചാലഞ്ചിന്റെ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സീഡ് ബീഡ്സ് ആണ്. ടോപ്പിക് സീഡ് ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്, ഗോൾഡനും ബ്ലൂവും. പിന്നെ എടുത്തിരിക്കുന്നത് ജ്വല്ലറി വയറാണ്. ബീഡ്സ് ഇങ്ങനെ അതിലേക്ക് വീഴുന്ന ഒച്ച കേട്ടപ്പോൾ തന്നെ ഒരാൾ ഓടിയെത്തിയിട്ടുണ്ട് കേട്ടോ. ആ ജ്വല്ലറി വയറിലേക്ക് ആദ്യം 10 ഗോൾഡൻ ബീഡ്സ് കോർത്തു കൊടുക്കുക കേട്ടോ. അതിനുശേഷം 50 ബ്ലൂ ബീഡ്സ് ആണ് കോർത്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ 50 കോർത്തുന്നേ ഉള്ളൂ. ഇച്ചിരി ഹാങ്ങിങ് ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് അത്രയും വേണ്ടെങ്കിൽ 40 അല്ലെങ്കിൽ 30 ആയാലും മതി. എന്നിട്ട് രണ്ടാമത്തെ അറ്റത്തും ഗോൾഡൻ ബീഡ് 10 ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ 4 ഇതുപോലെ ചെയ്തെടുക്കണം കേട്ടോ ഒരു കമ്മലിന് വേണ്ടിയിട്ട്. എന്നിട്ട് രണ്ട് സൈഡും ഇതുപോലെ നമുക്ക് ഒരുമിച്ച് പിടിച്ച് വെച്ചിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കൈ കൊണ്ട് തന്നെ ട്വിസ്റ്റ് ചെയ്താലും മതി, അല്ലെങ്കിൽ ഇതുപോലെ നോസ് പ്ലയർ ഉപയോഗിച്ചായാലും ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ ജ്വല്ലറി വയറിന്റെ ലെങ്ത് ഇത്തിരി കൂടുതൽ എടുക്കണമായിരുന്നു കേട്ടോ. ഞാൻ എടുത്തപ്പോൾ ഇത്തിരി കുറഞ്ഞു പോയി. നിങ്ങൾ എടുക്കുമ്പോൾ അത്യാവശ്യം ലെങ്ത്തിൽ തന്നെ എടുക്കണേ. ഈ ആദ്യം ഞാനിവിടെ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തില്ലേ, അത് ആ ബീഡ്സ് ഒക്കെ ഒന്നും പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ. അത് കഴിഞ്ഞ് രണ്ടറ്റത്തും ഈക്വൽ ലെങ്ത് വിട്ടിട്ട് ഇതുപോലെ നമ്മൾ ചുറ്റി കൊടുക്കുക. അപ്പം രണ്ടറ്റവും ഞാൻ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരുമിച്ച് പിടിച്ചതിന് ശേഷം ഈ സ്ക്രീനിൽ കാണുന്നില്ലേ, അതുപോലെ പിരിച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ടൈറ്റ് ആയിട്ട് വേണം കേട്ടോ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഞാൻ ഒരെണ്ണം ട്വിസ്റ്റ് ചെയ്തപ്പോൾ നല്ല ടൈറ്റ് ആയിട്ടും ഒരെണ്ണം ഇച്ചിരി ലൂസും ആയിപ്പോയി. അതുകൊണ്ട് രണ്ട് കമ്മലും രണ്ട് ഷേപ്പിലായിപ്പോയി കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണേ. എന്നിട്ട് അത് രണ്ടും കൂടി ഒരുമിച്ച് ഇതുപോലെ പിടിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ അറ്റം വരെ അങ്ങോട്ട് ട്വിസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫിഷ് ഹുക്ക് എടുക്കാം. ഫിഷ് ഹുക്കിൻ്റെ ഹോളിൽ കൂടെ ഇതൊന്ന് കടത്തി കൊടുക്കാം. എന്നിട്ടത് 2-3 പ്രാവശ്യം ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. 2-3 പ്രാവശ്യം ചുറ്റിക്കഴിഞ്ഞതിന് ശേഷം എക്സ്ട്രാ വരുന്ന കമ്പി കട്ട് ചെയ്ത് കളയുക. കമ്പി കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം കുറച്ചൊക്കെ നമ്മൾ ഇങ്ങനെ പുറത്തേക്ക് പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കും. അതൊക്കെ നന്നായിട്ടൊന്ന് നോസ് പ്ലയർ ഉപയോഗിച്ച് അമർത്തി കൊടുക്കുക കേട്ടോ. ഇത് ലാസ്റ്റ് ഹുക്കൊക്കെ ഇട്ട് വന്നപ്പോഴത്തേക്കും ഇത്തിരി ലൂസായി പോയി കേട്ടോ. കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാം ആ ഗോൾഡൻ ബീഡൊക്കെ വരുന്നിടത്ത് ലൂസായിപ്പോയി. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല ടൈറ്റ് ആയിട്ട് വേണം കേട്ടോ ചുറ്റി കൊടുക്കാനായിട്ട്. എൻ്റെ രണ്ടാമത്തെ ഞാൻ ചെയ്തെടുത്തപ്പോഴത്തേക്കും അത് ഓക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഇനി രണ്ടാമതായിട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് ഒന്നും ചെയ്തില്ല, ഇതിങ്ങനെ തന്നെ വെച്ചു. അപ്പോൾ രണ്ട് കമ്മൽ ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കമ്മൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റും കൂടി ചെയ്യണേ. അപ്പോൾ 7 Day 7 ഇയറിംഗ്സ് ചാലഞ്ചിൻ്റെ സെക്കൻഡ് ഡേ ആയിരുന്നു. ഇനി അടുത്ത ദിവസം അടുത്തൊരു മോഡലുമായിട്ട് വരാം കേട്ടോ. ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ പേജ് ഫോളോ ചെയ്യുക. പിന്നെ നാളെ കാണാം. ബൈ.